मुस्लिम आबादी की बढ़ोतरी 24.6% के दर से हुई और हिंदू आबादी 4.5% कमी हुई। अब मैं इसलिए बताता हूं कि ये फर्टिलिटी रेट के कारण नहीं हुआ है, ये घुसपैठ के कारण हुआ है। जब भारत का विभाजन हुआ, धर्म के आधार पर हुआ, हमारी दोनों ओर पाकिस्तान बनाया गया, जो बाद में बांग्लादेश में कन्वर्ट हुआ और पाकिस्तान में कन्वर्ट हुआ। और वो दोनों जगह से घुसपैठ के कारण ये आबादी में इतना बड़ा परिवर्तन आया। ഒരു രാജ്യത്തിന്റെ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തരമന്ത്രി പറയുകയാണ്, പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും നമ്മുടെ രാജ്യത്തേക്ക് ആളുകൾ നുഴഞ്ഞു കയറുന്നു എന്ന്. ആളുകൾ നമ്മുടെ രാജ്യത്തേക്ക് നുഴഞ്ഞു കയറുന്നുണ്ട് എന്ന് കൃത്യമായി ബോധമുണ്ടായിട്ടും നമ്മുടെ ആഭ്യന്തരമന്ത്രി എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു? പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുമുള്ള നുഴഞ്ഞുകയറ്റക്കാരെ തടയാൻ താങ്കൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ, നിലവിൽ നുഴഞ്ഞു കയറിയിട്ടുള്ള നുഴഞ്ഞുകയറ്റക്കാരെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിടാൻ താങ്കൾക്ക് കഴിയുന്നില്ല എങ്കിൽ താങ്കളുടെ നിലയും വിലയും അളക്കേണ്ട സമയമായിരിക്കുന്നു മിസ്റ്റർ ആഭ്യന്തരമന്ത്രി. പിന്നെ താങ്കൾ എന്താണ് പറഞ്ഞത്? ഇന്ത്യയിൽ 4.5% ഹിന്ദു സഹോദരങ്ങൾ കുറയുകയും 24.6% മുസ്ലിം സഹോദരങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്നു എന്ന്. ഒരുപക്ഷെ അത് സത്യമായിരിക്കാം. മുസ്ലിം സഹോദരങ്ങൾ അങ്ങനെ വർദ്ധിക്കുന്നുവെങ്കിൽ അത് അവർ പണിയെടുക്കുന്നത് കൊണ്ടാണ്. ആ പണിയെടുക്കുന്നതിൻ്റെ ഫലങ്ങളാണ് അവർക്ക് മക്കളായി ലഭിക്കുന്നത്. അതുകൊണ്ട് പണിയെടുക്കേണ്ട ആയുധം കൊണ്ട് കൃത്യമായിട്ട് പണിയെടുക്കാതെ ആട്ടിയും കുലുക്കിയും റോഡിലൂടെ ഇതുപോലെ ഓടിയാൽ വർധനവുണ്ടാവില്ല മിസ്റ്റർ ആഭ്യന്തരമന്ത്രി.